വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എക്സാം അടുത്തതിൻ്റെ ടെൻഷനിലും പഠിത്തത്തിലുമാണെന്നൊക്കെ എനിക്കറിയാം. കുറച്ച് കൂടുതൽ ബിസി ആയിപ്പോയി, അതാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആരും ഈ അവസരം നഷ്ടപ്പെടുത്താതെ പഠിച്ച് എക്സാം എഴുതട്ടെ. എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ ഞാൻ ചെയ്ത 13 പാർട്ടുകളും നിങ്ങളുടെ പഠനം എളുപ്പമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അനാട്ടമി സെക്കൻഡ് പാർട്ടാണ്. ഇതോടുകൂടി സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയുടെ ക്ലാസ് സീരീസ് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോസ് തൊട്ട് നോർമൽ ബോട്ടണി ക്ലാസ്സസ്, അതുപോലെ മറ്റ് ലൈഫ് സയൻസ് റിലേറ്റഡ് എക്സാംസിനും കോളേജ് ഇൻ്റർവ്യൂസിനും ഒക്കെ തയ്യാറെടുക്കുന്നവരെ സഹായിക്കാൻ തക്കതാവും ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കൂട്ടത്തിൽ വീഡിയോസ് മിസ് ചെയ്തിരിക്കാനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയാൽ മതി. ആ ഒരു ചെയ്തു വെച്ചിരിക്കുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സെക്കൻഡറി തിക്കനിങ് എന്താണെന്നാണ്. സെക്കൻഡറി തിക്കനിങ് വഴി ഉണ്ടാവുന്ന സാധനങ്ങളും അവയ്ക്കുള്ളിലുള്ള കുറേ സ്ട്രക്ചേഴ്സും അവയുടെ യൂസസും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ കുറച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കുറേ ടേംസ് ഒക്കെ ഉണ്ട്. അതുമായിട്ട് പിന്നെ ഈ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ട ടോപ്പിക്സിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ അത് നമുക്കറിയാം, സെക്കൻഡറി തിക്കനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന സാധനങ്ങളാണ് സെക്കൻഡറി സൈലവും ഫ്ലോയവും. ഒരു പ്ലാന്റിനകത്ത് ടിഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് പ്രൈമറി സൈലവും പ്രൈമറി ഫ്ലോയും ഒക്കെ. അപ്പോൾ അവരുടെ ഇടയിൽ പ്രോകേമ്പിയം കാണും. ഓക്കെ, ഈ പ്രോകേമ്പിയം ആണെങ്കിൽ ഈ ഒരു ട്രീയുടെ അവയ്ക്ക് തിക്കനിങ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഗിർത്തോ ഒക്കെ കൂടുന്ന സമയത്ത്, വീതിയൊക്കെ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സെക്കൻഡറി തിക്കനിങ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവയുടെ ഇടയിലുള്ള ഈ പ്രോകേമ്പിയൽ റിങ്ങും ഇവയുടെ ഇടയ്ക്കുള്ളെല്ലാം ഈ ഒരു വസ്കുലർ ബണ്ടിലിൻ്റെ ഇടയ്ക്കൂടെ എന്ത് പോകുന്നുണ്ട്? 2 ബണ്ടിലിൻ്റെ ഇടയ്ക്കൂടെ സൈലം റേസ് പോകുന്നുണ്ട്. ഓക്കെ, പാരങ്കൈമ സെൽസ് പോകുന്നുണ്ട്. അപ്പം ആ പാരങ്കൈമ സെൽസിൻ്റെ ഇടയിലുള്ള കുറച്ച് ടിഷ്യൂസ് മെരിസ്റ്റമാറ്റിക് ആവും. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് ആവുന്ന സെൽസും നമ്മുടെ വസ്കുലർ ബണ്ടിൻ്റെ ഇടയിലുള്ള പ്രോകേമ്പിയവും എന്താവും? ഒന്നിച്ച് ഒരു മെരിസ്റ്റമാറ്റിക് റീജിയനായിട്ട് മാറും. അങ്ങനെ ഒരു കേമ്പിയൽ റിങ് ഫോം ചെയ്യും. ഇതൊക്കെ നമ്മൾ MSc-യിലും BSc-യിലും ഒക്കെ പഠിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഇനി ഞാൻ അനാട്ടമിയുടെ ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നതുകൊണ്ടാണ് ഞാനതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അങ്ങനെ കേമ്പിയൽ റിങ് ഫോം ചെയ്യും. ആ കേമ്പിയൽ റിങ്ങിൽ നിന്നാണ് സെക്കൻഡറി സൈലവും ഫ്ലോയവും ഉണ്ടാവുന്നത്. ബോത്ത് ആർ ഡിറൈവ്ഡ് ഫ്രം വസ്കുലർ കേമ്പിയം. വസ്കുലർ കേമ്പിയം എന്ന് വെച്ചാൽ എന്താണ്? വസ്കുലർ ബണ്ടിലിൻ്റെ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണുന്നതാണ് കേമ്പിയത്തിനെയാണ് വസ്കുലർ കേമ്പിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേമ്പിയത്തിൻ്റെ തുന്നാണ് ഈ സെക്കൻഡറി സൈലവും ഫ്ലോയവും ഉണ്ടാവുന്നത്. അപ്പം ഈ കേമ്പിയൽ സെൽസ് ആണെങ്കിൽ ടാൻജൻറ്റിക്കലി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് സെക്കൻഡറി സൈലത്തിനെ ഇൻറ്റേർണലിയും സെക്കൻഡറി ഫ്ലോയത്തിനെ എക്സ്റ്റേണൽ സൈഡിലേക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ യൂഷ്വലി മോർ സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ഇൻറ്റേർണലി. അകത്തേക്ക് കൂടുതൽ സെക്കൻഡറി സൈലത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പുറത്തേക്കുള്ള സെക്കൻഡറി ഫ്ലോയത്തിനേക്കാളും. ദെൻ ദ ന്യൂ അഡീഷൻ ഓഫ് സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം കോസസ് ഇൻക്രീസ് ഇൻ തിക്നെസ് ഓഫ് ഓർഗൻസ്. ഓക്കെ, അങ്ങനെ ഈ പുതുതായിട്ടുണ്ടാവുന്ന സെക്കൻഡറി സൈലവും ഫ്ലോയവും ഒക്കെ കൊണ്ടാണ് ആ ഒരു ഓർഗൻ്റെ തിക്നെസ് കൂടുന്നത്. ഇതൊക്കെ അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡറി സൈലത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വസ്കുലാർ കേമ്പിയത്തിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ആൻജിയോസ്പേംസിനകത്തും ചില ജിംനോസ്പേം മെമ്പേഴ്സിനകത്തും ഒക്കെയാണ് മെയിനായിട്ടും ഈ സെക്കൻഡറി സൈലം എന്നുവെച്ചാൽ സെക്കൻഡറി തിക്കനിങ് കൂടുതലായിട്ട് നടക്കുന്നത്. ഈ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയുന്നത് മോണോകോട്സിൽ വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ അവയുടെ വസ്കുലർ ബണ്ടിൽസ് സ്കാറ്റേർഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ കേമ്പിയൽ റിങ്ങും ഒക്കെ ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് സെക്കൻഡറി തിക്കനിങ് ആണ് മോണോകോട്സിലൊക്കെ നടക്കുന്നത്. ദെൻ ദേ ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് ഇൻറ്റു പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം. പ്രോട്ടോസൈലം മെറ്റാസൈലം എന്ന് വെച്ചാൽ അവയുടെ ഡിഫറൻഷിയേഷൻ ഇനീഷ്യലി ചെയ്യുന്നത് വെച്ചിട്ടാണ് പ്രോട്ടോസൈലം എന്നും മെറ്റാസൈലം എന്നും പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫോംഡ് സൈലത്തിനെയാണ്
പ്രോട്ടോസൈലം എന്ന് പറയുന്നത്. മെറ്റാസൈലം എന്ന് പറഞ്ഞാൽ ലേറ്റ് ഫോംഡ് സൈലത്തിനെയാണ് മെറ്റാസൈലം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെയാണ് ഈ സെക്കൻഡറി സൈലം ഉണ്ടാവുന്നത്. സെക്കൻഡറി സൈലത്തിനകത്ത് സ്കാലറിഫോം അല്ലെങ്കിൽ സ്കാലറിഫോം പിറ്റഡ് ആയിട്ടുള്ള വെസൽസ് ആയിരിക്കും കാണുന്നത്. പിന്നെ ട്രക്കീഡ്സ് ഉണ്ട്, വുഡ് ഫൈബേഴ്സ്, വുഡ് പാരൻകൈമ എല്ലാം തന്നെ സെക്കൻഡറി സൈലത്തിലും കാണുന്നുണ്ട്, നോർമൽ സൈലത്തിനകത്തെ പോലെ തന്നെ. ദെൻ ഇൻ ആൻജിയോസ്പേം സെക്കൻഡറി സൈലം ഈസ് മോസ്റ്റ്ലി കമ്പോസ്ഡ് ഓഫ് വെസൽസ് ആൻഡ് ദേ ആർ പിറ്റഡ് ആൻഡ് കണ്ടെയ്ൻ സ്റ്റൈലോസസ്. സ്റ്റൈലോസസ് എന്താണെന്നൊക്കെ നമുക്കിപ്പോൾ പഠിക്കാം. ദെൻ parenchyma cells may long or fusiform and mean for storage of food, tannins, crystals, fat, etc. Then the secondary xylem fibers have thick walls with pits. There are two type of fibers. രണ്ട് type of xylem secondary xylem fibers ആണ് കാണുന്നത്. Fiber tracheids with bordered pits, then liberiform fibers with a single pits. Okay, ഈ pits എന്താണെന്നും bordered pit എന്താണെന്നും ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Okay, then the secondary xylem have an axial and റേഡിയൽ സിസ്റ്റം. നമ്മുടെ നോർമൽ പ്രൈമറി സൈലം പോലെ തന്നെ ഒരു ആക്ഷ്യൽ സിസ്റ്റവും ഒരു റേഡിയൽ സിസ്റ്റവും ഉണ്ട് ഈ സെക്കൻഡറി സൈലത്തിന്. ആക്ഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ അതിനകത്ത് സൈലം വെസൽസ്, ട്രക്കീഡ്സ്, സൈലം പാരൻകൈമ, ഫൈബേഴ്സ് ഒക്കെ ഉണ്ട്. അത് ലോങ്ഡിറ്റ്യൂഡിനൽ റോയിലായിരിക്കും പോകുന്നത്. അത് കാരണമാണ് ഈ പറഞ്ഞ നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ ഓർഗൻ്റെ തിക്നെസ് കൂടുന്നത്. ഓക്കെ, ലോങ്ഡിറ്റ്യൂഡിനലി പോകുന്നത് കൊണ്ട്. ദെൻ റേഡിയൽ സിസ്റ്റം ഓൺലി പാരൻകൈമ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൈലം പാരൻകൈമ സെൽസ് മാത്രമേ ഉള്ളൂ. സൈലം റേസ് അല്ലെങ്കിൽ വുഡ് റേസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഡിറൈവ്ഡ് ഫ്രം റേ ഇനീഷ്യൽസ് ഓഫ് കേമ്പിയത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ആനുവൽ റിങ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് റിങ്സ്. അപ്പം ഇതെല്ലാം നമ്മുടെ സെക്കൻഡറി സൈലവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ ടേംസ് ആണ്. ദ സ്പെഷ്യൽ ഫീച്ചർ നോട്ടീസ്ഡ് ഇൻ ദി സെക്കൻഡറി സൈലം ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. എയർലി വുഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എയർലി വുഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ വെജിറ്റേറ്റീവ് ഗ്രോത്ത് നന്നായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന സൈലം വെസൽസ്, സെക്കൻഡറി സൈലം വെസൽസ് എന്ന് പറയുന്നത് ലാർജ് ഡയമീറ്റർ ആയിരിക്കും. അത് നന്നായിട്ട് വെജിറ്റേറ്റീവ് ആക്ടിവിറ്റി ഉള്ളത് കാരണം ലാർജ് ഡയമീറ്റർ ആയിരിക്കും. നന്നായിട്ട് വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈറ്റ് കളേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏർലി വുഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് വുഡ് എന്ന് പറയുന്നത് അതാണ്. ദെൻ ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമ്മർ സീസൺ അല്ലെങ്കിൽ വിൻ്റർ സീസൺ എന്നൊക്കെ പറയുമ്പം ഈ അൺഫേവറബിൾ കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ വെജിറ്റേറ്റീവ് ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അത് കാരണം വെസൽസൊക്കെ നാരോ ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ നാരോ ആയിട്ടിരിക്കുന്ന കാരണം, ഇവയെല്ലാം അടുത്തടുത്തിരിക്കുന്ന കാരണം ഒരു ഇച്ചിരി ഡാർക്ക് ആയിരിക്കും. ഈ എയർലി വുഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് വുഡിനേക്കാളും കുറച്ചുകൂടി ഡാർക്കർ ആയിരിക്കും ഈ പറഞ്ഞ ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാട്ടറിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ കണ്ടക്ഷൻ എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും. അതാ അങ്ങനെ ഈ രണ്ട് ടൈപ്പ് ഓഫ് വുഡ് ഉണ്ടാവുന്നുണ്ട് ഒരു വർഷത്തിൽ. അപ്പം ഇത് കോൺസെൻട്രിക്കലി ഒരു സ്പ്രിംഗ് സീസൺ വരുമ്പോഴത്തേന് ഒരു റിങ് ഉണ്ടാവുന്നു. ഏതാണ്? എയർലി വുഡ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് സമ്മർ സീസൺ അല്ലെങ്കിൽ വിൻ്റർ സീസൺ വരുമ്പോഴത്തേന് തൊട്ടടുത്ത് റിങ് ഉണ്ടാവുന്നു. ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ട് വുഡ് ഇങ്ങനെ ഒരു വർഷം തന്നെ ഉണ്ടാവുന്നു. ഓക്കെ, അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും ഈ രണ്ട് റിങ് ഇങ്ങനെ ആഡ് ചെയ്താണ് പോകുന്നത്. കോൺസെൻട്രിക്കലി ആഡ് ചെയ്ത് പോകുന്നു ഈ രണ്ട് ഫ്രാക്ഷൻ ഓഫ് സൈലംസും. അപ്പം ഒരു വർഷത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ രണ്ടെണ്ണം വെച്ച് എണ്ണിയിട്ടാണ് ഓരോ വർഷങ്ങൾ എണ്ണുന്നത്. അപ്പോൾ നമ്മളൊരു ട്രീ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര വർഷം പഴക്കമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റിങ് വെച്ചിട്ടാണ്. ഒരു എയർലി വുഡിൻ്റെ ഒരു റിങ്ങും കാണും, ഓട്ടം വുഡിൻ്റെ ഒരു റിങ്ങും കാണും. അപ്പോൾ ഈ രണ്ട് റിങ്ങും കൂടെ ചേർന്നിട്ടാണ് ഒരു വർഷത്തെ ഗ്രോത്ത് ആയിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു വർഷം അതിൻ്റെ വയസ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ആനുവൽ റിങ്സിൻ്റെ എണ്ണം നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പം ആനുവൽ റിങ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറഞ്ഞ ഓട്ടം വുഡും എയർലി വുഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് വുഡും കൂടി ചേർന്നിട്ടാണ് ഒരു ആനുവൽ റിങ് ആയിട്ട് മാറുന്നത്. അങ്ങനെ ഓരോ ആനുവൽ റിങ്ങും എണ്ണിയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ട്രീയുടെ പ്രായം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആനുവൽ റിങ് യൂസ് ചെയ്തിട്ട് ഒരു ട്രീയുടെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഡെൻഡ്രോക്രോണോളജി. ഓക്കെ, അതിൻ്റെ ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സാപ്പ് വുഡ് അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ
റിംഗ് പോറസ് ആൻഡ് ഡിഫ്യൂസ് പോറസ് വുഡ്. എന്താണ് റിംഗ് പോറസ് എന്ന് വെച്ചാൽ സ്പ്രിംഗ് വുഡിൽ ലാർജർ വെസൽസ് ആയിരിക്കും. അതുപോലെ തന്നെ റിംഗ് ലൈക്ക് ഫോമിലായിരിക്കും ഈ വെസൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓട്ടം വുഡിലാണെങ്കിൽ സ്മോളർ വെസൽസ് ആയിരിക്കും. അവരെയെല്ലാം ഈ പറഞ്ഞ വെസൽസിനെ സ്കാറ്റർ ചെയ്തിട്ടേക്കുമായിരിക്കും. ഈ റിങ്ങിൻ്റെ ഷേപ്പിലൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മോർ ഫൈബേഴ്സ് പ്രസൻ്റ് ആണ്. അതിനെയാണ് റിംഗ് പോറസ് വുഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണെന്നൂടെ പറയാം. സ്പ്രിംഗ് വുഡ് എന്ന് വെച്ചാൽ ലാർജർ വെസൽസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അവയെങ്ങനെ റിംഗ് ഷേപ്പിൽ ഓറിയൻറ്റ് ചെയ്തേക്കുമായിരിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന ഓട്ടം വുഡ് എന്ന് ആ സെയിം പ്ലാന്റിൽ തന്നെ ഉണ്ടാകുന്ന ഓട്ടം വുഡ് എന്ന് പറയുന്നത് സ്മോളർ വെസൽസ് ഉള്ളവയായിരിക്കും. പക്ഷേ അവർ റിങ്ങായിട്ടൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, സ്കാറ്റർ ചെയ്തിട്ടേക്കുമായിരിക്കും. ഫൈബേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. കാഷ്യ ഫിസ്റ്റൂള, ടാമറിക്സ് ഡയോക്ക, അതുപോലെ ഡയേഷ്യ, അതുപോലെ അക്കേഷ്യ, സൈനോഫില്ല, ഒലിയ സ്പീഷീസ്, യൂക്കാലിപ്റ്റസ്, ഓക്ക്, ഇതിലെല്ലാം റിംഗ് പോറസ് വുഡാണ് കാണുന്നത്. ദെൻ ഡിഫ്യൂസ് പോറസ് വുഡ് എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിംഗ് സീസണിലും ഓട്ടം സീസണിലും ഉണ്ടാകുന്ന വുഡ് എന്ന് പറയുന്നത് മോറോർലെസ് എല്ലാം സെയിം ടൈപ്പ് ഓഫ് വെസൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദ വാട്ടർ കണ്ടക്ടിവിറ്റി എബിലിറ്റി ഈസ് സ്കാറ്റേഡ് ത്രൂ ഔട്ട് ദ റിംഗ്. മൊത്തം റിങ്ങിലും വാട്ടർ കണ്ടക്റ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് വുഡിൽ എന്ന് പറയുന്ന വെസൽസ് എല്ലാം റിങ് പോലെ ഓറിയൻറ്റ് ചെയ്തേക്കുമായിരിക്കും. അസാഡിറക്റ്റ, റോസ, യുജീനിയ, റൊബീനിയൊക്കെയാണ് ഡിഫ്യൂസ് പോറസ് വുഡിന് എക്സാമ്പിൾസ്. അതിന് ഫിഗേഴ്സാണ് ഈ കട കാണിച്ചിരിക്കുന്നത്. ദെൻ ഹാർട്ട് വുഡ് ആൻഡ് സാപ്പ് വുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഓൾഡസ്റ്റ് സെക്കൻഡറി സൈലം സീൻ ഇൻ ദ സെൻറ്റർ ഓഫ് ദ സ്റ്റെം, അതിനെയാണ് ഹാർട്ട് വുഡ് അല്ലെങ്കിൽ ഡ്യൂറാമൻ എന്ന് പറയുന്നത്. നമ്മളൊരു ട്രീ കട്ട് ചെയ്താൽ നമ്മൾ അതിൻ്റെ നടുക്ക് ഇപ്പോൾ പ്ലാവോ ഒക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഒരു ഇച്ചിരി കളർ കൂടുതലായിരിക്കും. ഒരു ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് യെല്ലോ കളറോ ഒക്കെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത്. നമ്മളതിനെ കാതിൽ കൂടുതലുള്ള മരം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ആ ഹാർട്ട് വുഡാണ് ആ സെൻറ്ററിൽ കാണുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡറി സൈലം എന്ന് പറയുന്നത്. നമ്മൾ ഒരു മരത്തിൻ്റെ തടി എന്ന് പറയുന്നാൽ വുഡ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി സൈലമാണ്. അതെന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് സെക്കൻഡറി സൈലമാണ്. അതൊരു വുഡിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഒക്കെ ഏറ്റവും സെൻറ്ററിലായിട്ടായിരിക്കും കാണുന്നത്. അവിടെ ഇച്ചിരി കളർ കൂടുതലായിരിക്കും. അപ്പം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ വുഡ് ദാറ്റ് ആസ് എ റിസൾട്ട് ഓഫ് നാച്ചുറലി ഒക്കറിങ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഹാസ് ബിക്കം മോർ റെസിസ്റ്റൻറ്റ് ടു ഡീകേ. ഭയങ്കര റെസിസ്റ്റൻ്റ് ആയിരിക്കും അവിടെ ഡീകേ ആവാൻ വേണ്ടിയിട്ട്. ഹാർട്ട് വുഡ് ഈസ് മോർ ഡ്യൂറബിൾ ആയതുകൊണ്ടാണ് ഡ്യൂറാം എന്ന പേര് വന്നത്. ദെൻ കോമ്പാക്റ്റ് ആണ്, ഡാർക്ക് കളേർഡ് ആണ്, ഗിവ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ സ്റ്റെം. ദെൻ റെസിൻ സാച്ചുറേറ്റഡ് ഹാർട്ട് വുഡ് ഉണ്ട്, അതിനെ ഫാറ്റ് ലൈറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹാർട്ട് വുഡിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, നമ്മൾക്കത് ഇപ്പോൾ പഠിക്കാം. Then active vessels with plenty of parenchyma, light colored, physiologically active ആയിട്ടുള്ള പെരിഫറൽ ടു ഹാർഡ് വുഡ്, അതാണ് സാപ്പ് വുഡ് അല്ലെങ്കിൽ ആൽബേർണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു മരം നമ്മൾ മുറിക്കുകയാണെങ്കിൽ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് കളേർഡ് ആയിരിക്കും. നല്ല ഏജുള്ളൊരു മരം വിചാരിച്ചാൽ മതി. അപ്പം നടുക്കെന്ന് പറയുന്നത് എന്തായിരിക്കും? നല്ല ഡാർക്ക് കളേർഡ് ആയിരിക്കും. ആ പോർഷനെയാണ് നമ്മൾ ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റിനും ഒരു ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള പാരങ്കൈമ സെൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഫിസിയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനുണ്ട് ഈ ഹാർട്ട് വുഡിന് ചുറ്റുമായിട്ട്, പെരിഫറിയിൽ. അതിനെയാണ് സാപ്പ് വുഡ് അല്ലെങ്കിൽ ഡ്യൂറാമൻ ആൽബേർണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹാർട്ട് വുഡ് അല്ലെങ്കിൽ ഡ്യൂറാമൻ, സാപ്പ് വുഡ് അല്ലെങ്കിൽ ആൽബേർണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഈ രണ്ടും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ, നടുക്കുള്ളത് ഹാർട്ട് വുഡ്, ചുറ്റിനും ഇച്ചിരി ലൈറ്റ് കളേർഡ് ആയിട്ടുള്ളതാണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ഹാർട്ട് വുഡിൻ്റെ അകത്ത് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെയാണ് ടൈലോസസ് എന്ന് പറയുന്നത്. ഇനി എന്താ ടൈലോസസ് നോക്കിയേ? ബലൂൺസ് ലൈക്ക് പ്രൊട്രൂഷൻസ് ഫോംഡ് ഫ്രം അഡ്ജസൻറ്റ് പാരങ്കൈമ ഓർ പാരാവസ്കുലാർ സെൽസ് ടു ദ വെസൽസ് ആൻഡ് ട്രക്കീഡ്സ് ത്രൂ ദ പിറ്റ്സ്. എന്താണ് അടുത്തുള്ള ഇപ്പോൾ ഒരു വെസൽ അല്ലെങ്കിൽ ട്രക്കീഡ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റിനുമുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള പാരങ്കൈമ സെൽസിൽ നിന്നോ പാരാവസ്കുലാർ സെൽസിൽ നിന്നോ ഒക്കെ ചില ബലൂൺ പോലത്തെ ചില പൊട്രൂഷൻസ് ഈ പറഞ്ഞ വെസൽസിൻ്റെ അകത്തോട്ടും ട്രക്കീഡ്സിനകത്തേക്കും വരും, ഈ പിറ്റിൻ്റെ ആ ഒരു ക്യാവിറ്റി വഴി.
അതിനെയാണ് ടൈലോസിസ് എന്ന് പറയുന്നത്. ആ ബലൂൺ ലൈക്ക് ഈ ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്നത് കണ്ടോ, തൊട്ടടുത്തുള്ള പാരങ്കൈമ സെൽസിൽ നിന്ന് ബലൂൺ പോലുള്ള ചില സ്ട്രക്ചേഴ്സ് ഈ സൈലത്തിൻ്റെ അല്ലെങ്കിൽ ട്രക്കീഡ്സിൻ്റെ ആ ഒരു ക്യാവിറ്റിയിലേക്ക് വരും. എന്നിട്ട് ഇതിനകത്ത് ടാനിൻസും റെസിൻസും ഒക്കെ ആയിരിക്കും ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. അതിങ്ങനെ നിറഞ്ഞ് ഈ പറഞ്ഞ വെസൽസിൻ്റെയും ട്രക്കീഡ്സിൻ്റെ ഒക്കെ ക്യാവിറ്റി നിറയെ ഫില്ലാവും. ഓക്കെ, അങ്ങനെ അത് എന്തെങ്കിലും പത്തോജൻസ് ഒക്കെ വന്ന് ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഇതൊക്കെ വന്ന് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്, കുറച്ച് ഇതിനകത്ത് ഈ റെസിൻസും ഈ സ്റ്റാർച്ചും മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം കൂടെ വന്ന് നിറയുന്നത് കാരണമാണ് ആ റീജിയൻ ഭയങ്കര കളേർഡായിട്ട് മാറുന്നത്, ഭയങ്കര ഡാർക്ക് കളേർഡായിട്ട് മാറുന്നത്. ആ സെലക്റ്റീവ് പെർമിയബിളാണ് വാട്ടറിനും ന്യൂട്രിയൻസിനും ഒക്കെ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള എൻലാർജ്ഡ് സെൽസിനെ നമ്മൾ ടൈലോസോയിഡ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ടൈലോസിസ്. ദെൻ ഹാർഡ് വുഡ് ആൻഡ് സോഫ്റ്റ് വുഡ്, ഇതെല്ലാം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ടേംസ് ആണ്. ഹാർഡ് വുഡ്, സാപ്പ് വുഡ്, ദെൻ ഹാർഡ് വുഡ് ആൻഡ് സോഫ്റ്റ് വുഡ്, ദെൻ ഏർലി വുഡ് ആൻഡ് ലേറ്റ് വുഡ്, ഇതെല്ലാം തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. നന്നായിട്ട് ഓർത്ത് വെച്ച് പഠിക്കാം. ഹാർഡ് വുഡ് ആൻഡ് സോഫ്റ്റ് വുഡ് എന്ന് വെച്ചാൽ, ഹാർഡ് വുഡ് എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. വെസൽസ് കണ്ടെയ്നിങ് വുഡാണ് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. ഒരുപാട് പോർസ് കാണും ഇതിനകത്ത്, വെസൽസ് ഉള്ളത് കൊണ്ട് തന്നെ. സോഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞാൽ നോൺ പോറസ് വുഡാണ് സോഫ്റ്റ് വുഡ്. ട്രക്കീഡ്സ് മാത്രമേ അവയിൽ പ്രസൻ്റ് ആയിട്ടുള്ളായിരിക്കും. ജിംനോസ്പേംസിലൊക്കെയാണ് സോഫ്റ്റ് വുഡ് കാണപ്പെടുന്നത്. എല്ലാ ഹാർഡ് വുഡും ഹാർഡ് ആവണം നിർബന്ധമില്ല. എല്ലാ സോഫ്റ്റ് വുഡും സോഫ്റ്റ് ആവണമെന്നും നിർബന്ധമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്. ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ഹാർഡ് വുഡാണ് ബാൽസ എന്ന് പറയുന്നത്. പക്ഷെ അത് എല്ലാ സോഫ്റ്റ് വുഡിനേക്കാളും വളരെ സോഫ്റ്ററാണ്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് വുഡാണ് യു, പക്ഷേ അത് എല്ലാ മെനി ഹാർഡ് വുഡിനേക്കാളും ഹാർഡറാണ്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ഹാർഡ് സോഫ്റ്റ് എന്നുള്ള പേര് കൊണ്ട് അവ ഹാർഡ് ആവണം സോഫ്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് വുഡ്സ് ആണ് കംപ്രഷൻ വുഡ് ആൻഡ് ടെൻഷൻ വുഡ്. കംപ്രഷൻ വുഡ് എന്ന് വെച്ചാൽ ഒരുപാട് ജിംനോസ്പേംസിനകത്ത് അവയുടെ ചില ലോവർ പോർഷൻ, അവയുടെ ബ്രാഞ്ചസിൻ്റെ ചില ലോവർ പോർഷൻസിൽ ഒരു ടൈപ്പ് ഓഫ് വുഡ് കാണും. അതെന്ന് പറയുന്നത് ഈ സാപ്പ് വുഡിനേക്കാളും കുറച്ചുകൂടി ഡാർക്കറായിരിക്കും. അതുപോലെ തന്നെ റെഡ് കളറൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സ്ഥലത്തെ ട്രക്കീഡ്സ് എന്ന് പറയുന്നത് റൗണ്ട് ആയിരിക്കും. ഇൻ്റർ സെല്ലുലാർ സ്പേസസ് ഉണ്ടായിരിക്കും. അതുപോലെ സെൽ വാൾ എന്ന് പറയുന്നത് ഹൈലി ലിഗ്നിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ വുഡ് എന്ന് പറയുന്നത് വളരെ തിക്കായിരിക്കും, ബ്രിട്ടിലായിരിക്കും. അങ്ങനെയുള്ള വുഡിന് പറയുന്ന പേരാണ് കംപ്രഷൻ വുഡ്. അത് കൂടുതലായിട്ടും ജിംനോസ്പേംസിലാണ് കംപ്രഷൻ വുഡ് കാണുന്നത്. ദെൻ ടെൻഷൻ വുഡ് എന്ന് വെച്ചാൽ ചില ഡൈക്കോട്ട് പ്ലാന്റ്സിനകത്തൊക്കെ ആണെങ്കിൽ ബ്രാഞ്ചസിൻ്റെ അപ്പർ സൈഡിലായിട്ട് ഇങ്ങനത്തെ ടെൻഷൻ വുഡ് ഫോം ചെയ്യും. അവിടെ നിന്ന് പറഞ്ഞാൽ വെസൽസ് ഫ്യൂവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ ലുമൻ എന്ന് പറയുന്നത് വളരെ നാരോ ആയിരിക്കും. അതാണ് ടെൻഷൻ വുഡ്. ഈ കംപ്രഷൻ വുഡിനെയും ടെൻഷൻ വുഡിനെയും കൂടി കോമൺലി പറയുന്ന പേരാണ് റിയാക്ഷൻ വുഡ്. എന്തുകൊണ്ടാണ് റിയാക്ഷൻ വുഡ് എന്ന് പറഞ്ഞാൽ ചില ഇൻക്ലൈൻഡ് നേച്ചറൊക്കെ കാരണം ചില ഫോഴ്സസ് എക്സേർട്ടഡ് ആവും ഈ വുഡിലേക്ക്. അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത് കൊണ്ടാണ്, അതിൻ്റെ റിയാക്ഷന് ഫലമായിട്ടുണ്ടാവുന്നത് കൊണ്ടാണ് ഇവയെ റിയാക്ഷൻ വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ഷൻ വുഡ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് കംപ്രഷൻ വുഡിനെയും ടെൻഷൻ വുഡിനെയും കൂടിയാണ് റിയാക്ഷൻ വുഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ഇനി ഇത്രയൊക്കെയാണ് സെക്കൻഡറി സൈലത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി സെക്കൻഡറി ഫ്ലോയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതും മുമ്പേ പറഞ്ഞ പോലെ തന്നെ വസ്കുലർ കേമ്പിയത്തിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ദിസ് ടിഷ്യൂ ഫോംഡ് ഔട്ട്സൈഡ് ദ കേമ്പിയം ഡ്യൂറിങ് സെക്കൻഡറി തിക്കനിങ്. ദ എമൗണ്ട് ഓഫ് സെക്കൻഡറി ഫ്ലോയം ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സെക്കൻഡറി സൈലം. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഈ സെക്കൻഡറി ഫ്ലോയത്തിനകത്ത് സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബേഴ്സ്, പാരങ്കൈമ സെൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇറ്റ് ഇസ് മോർ റെഗുലർ വിത്ത് ഹയർ പോർഷൻ ഓഫ് സീവ് ട്യൂബ്സിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. Sclerenchyma stone cells are also present in the phloem of many plants. സ്റ്റോൺ സെൽസ് കാണപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ്, സ്ക്ലീറിഡ്സ് കാണപ്പെടുന്നുണ്ട്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് മെഡുലറി റേസ് ഫോർ റേഡിയൽ കണ്ടക്ഷൻ. ഓക്കെ, നമുക്കിനി എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തിനെ പറ്റി നോക്കാം. എക്സ്ട്രാ സ്റ്റീലാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, സെക്കൻഡറി ഗ്രോത്ത് നോർമലി ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിൽ സെൻട്രലിൽ നടക്കുന്ന വസ്കുലർ കേമ്പിയത്തിൽ നിന്നുണ്ടാവുന്ന സെക്കൻഡറി ഗ്രോത്തിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം ഇവിടെ ഈ വസ്കുലർ കേമ്പിയം എന്നൊക്കെ പറയുന്നത് ഓൾറെഡി മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളാണ്.
അപ്പം ഈ പുറത്തുള്ള ചില കോർട്ടെക്സിലുള്ള ചില സെൽസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കിട്ടും ഈ നല്ല മെച്യൂർ ആവുന്ന സമയത്ത്. അപ്പോൾ അവയിൽ എന്ത് സംഭവിക്കും, ഈ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആവുന്ന ആ ഒരു മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്നാണ് പറയുന്നത്, അവയിൽ നിന്നാണ് ഈ പറഞ്ഞ പെരിഡം അല്ലെങ്കിൽ ആ ഒരു ബാർക്കും എല്ലാം കൂടിയുള്ള ആ ഏറ്റവും സ്റ്റെമ്മിൻ്റെ ഔട്ടർ പോർഷൻ ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. ദ ടിഷ്യൂ ഫോംഡ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് എ ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് പ്രൊട്ടക്ട്സ് ദ പാർട്ട് ഓഫ് പ്ലാന്റ് സീൻ വിത്തിൻ ഇറ്റ്. നമ്മുടെ ഈ കോർട്ടെക്സും അതിനകത്തുള്ള സ്റ്റീലിയും എല്ലാം കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പെരിഡമാണ്. ഇനി എന്താണ് പെരിഡം? പെരിഡം എന്ന് പറഞ്ഞാൽ 3 റീജിയൻസ് കൂടുന്നതാണ് പെരിഡം എന്ന് പറയുന്നത്. അല്ലെ 3 ലെയേഴ്സ് ഉണ്ട് പെരിഡമിന്. ഫെല്ലോജൻ, ഫെല്ലം, ഫെല്ലോഡേം. ഓർഡർ നമ്മൾ പറയുകയാണെങ്കിൽ ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡേം എന്നാണ് വരുന്നത്. ഏറ്റവും നടുക്കുള്ള ആളാണ് ഫെല്ലോജൻ. ഈ ഫെല്ലോജൻ്റെ വേറൊരു പേരാണ് കോർക്ക് കേമ്പിയം. അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുമ്പേ, കോർട്ടെക്സിലുള്ള ചില സെൽസിന് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി നോർമലി ഇല്ല, പക്ഷേ ഒരു കണ്ടീഷൻ എത്തുമ്പോൾ ഇവർക്ക് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കിട്ടുന്നു. അങ്ങനെ അവരൊരു കേമ്പിയമായിട്ട് ഒരു മെരിസ്റ്റമാറ്റിക് സെൽസായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കോർക്ക് കേമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ എന്ന് പറയുന്നത്. ഈ ഫെല്ലോജൻ നിന്ന് ഔട്ടറായിട്ടും ഇന്നറായിട്ടും കുറേ സെൽസ് ഡെറിവേറ്റീവ്സ് ഉണ്ടാവുന്നുണ്ട് ഡിവൈഡ് ചെയ്തിട്ട്. അപ്പം ഈ ഫെല്ലോജൻ ലെയർ അല്ലെങ്കിൽ കോർക്ക് കേമ്പിയം ഉണ്ടാവുന്നു. അതിനകത്തുനിന്ന് പെരിക്ലൈനലി ഡിവൈഡ് ചെയ്തിട്ട് ഔട്ടർ ആൻഡ് ഇന്നർ ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യുന്നു. ഔട്ടർ ഡെറിവേറ്റീവ്സിനെ നമ്മൾ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്ന് പറയുന്നു. ഇന്നറായിട്ട് ഉണ്ടാവുന്ന സെൽസിനെ കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം എന്ന് നമ്മൾ പറയുന്നു. അപ്പം നടുക്ക് ഫെല്ലോജൻ ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ കോർക്ക് കേമ്പിയം ഉണ്ടാവുന്നു. സെക്കൻഡറി ഒറിജിനായിട്ട് കോർക്ക് കേമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ ലെയർ ഉണ്ടാവുന്നു. ആ ഫെല്ലോജൻ ലെയറിൻ്റെ ഔട്ട് സൈഡിലേക്ക് എന്ന് വെച്ചാൽ മുകളിലേക്ക് ബാർക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത് കോർക്ക് എന്നാണ് അതിന് പറയുന്നത്. കോർക്ക് സെല്ലായിട്ടുള്ള ഫെല്ലം ഉണ്ടാവുന്നു. പിന്നെ ഈ ഫെല്ലോജൻ്റെ താഴെയായിട്ട് അല്ലെങ്കിൽ ഇൻറ്റേർണലി ആയിട്ട് ഫെല്ലോഡേം അല്ലെങ്കിൽ കോർട്ടെക്സ് ഫോം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽഡ് പറയാത്തത്. ഓക്കെ, അപ്പം ഇതാണ് പറയുന്നത്. ഇനി ഫെല്ലം എന്ന് വെച്ചാൽ എന്താണ്? കോർക്കാണ്. ഏറ്റവും ഔട്ടർ കാണുന്ന ഭാഗമാണ് ഫെല്ലം എന്ന് പറയുന്നത്. നമ്മളൊരു ട്രീ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മൾ ബാർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഫെല്ലം അല്ലെങ്കിൽ കോർക്കാണ്. ദ സെൽസ് ഓഫ് ഫെല്ലം അറ്റ് ഫസ്റ്റ് ആർ ലീവിങ്. ആദ്യമൊക്കെ ഇവർ ലീവിങ് ആയിരിക്കും. സിൽവാൾ എന്ന് പറയുന്നത് തിന്നായിരിക്കും. പിന്നെ ഒരു മെച്ചുവർ ആകുമ്പോഴത്തേന് ഇന്നത്തെ ലിവിങ് കണ്ടൻറ്റ് ഒക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ട് സെൽവാൾ തിക്കൻഡ് ആവുന്നു. അങ്ങനെ ഇവർ ഡെഡ് ആവുകയാണ് ചെയ്യുന്നത്. സൂബറിൻ്റെ ഡിപ്പോസിഷൻ ഇവയുടെ മുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഫെല്ലം സെൽസിൻ്റെ അല്ലെ കോർക്ക് സെൽസിൻ്റെ മുകളിലായിട്ട്, സെൽവാളിൻ്റെ മുകളിലായിട്ട് സൂബറിൻ്റെ ഡിപ്പോസിഷനാണ് ഉണ്ടാവുന്നത്. അത് കാരണമാണ് ഈ സെൽവാൾ തിക്കൻഡ് ആവുന്നത്. ഇത് കൊമേഴ്ഷ്യലി യൂസ്ഡ് ആസ് തെർമൽ ഇൻസുലേറ്റേഴ്സ്, സൗണ്ട് അബ്സോർബൻറ്റ് ആൻഡ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ആയിട്ടൊക്കെ നമ്മൾ ഈ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫെല്ലോഡേം അല്ലെങ്കിൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫെല്ലോജന് ഇൻസൈഡായിട്ട് ഉണ്ടാവുന്നതായിരുന്നു, ഫെല്ലോജന് താഴേക്ക് ഉണ്ടാവുന്നതായിരുന്നു. ഐസോഡയമെട്രിക് ആണ്, തിൻ വോൾഡ് ആണ്, ലിവിങ് ആണ്. ദെൻ ലെൻഡി സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ലെൻഡി സെൽസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ സം ലെൻസ് ഷേപ്ഡ് റേസ്ഡ് പോർസ് ആർ ഫോംഡ് ഓൺ ദ പെരിഡം ത്രൂ വിച്ച് വാട്ടർ ആൻഡ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ടിഷ്യൂ ആൻഡ് ഔട്ടർ അറ്റ്മോസ്ഫിയർ ഈസ് പോസിബിൾ. അപ്പം ലെൻസ് ഷേപ്ഡ് ആയിട്ടുള്ള ചില പോർസ് ഈ പെരിഡമിൻ്റെ അല്ലെ ഫെല്ലം സെൽസിൻ്റെ ഇടയിലായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതുവഴിയാണ് വാട്ടറിൻ്റെയും ഗേഷ്യസ് എക്സ്ചേഞ്ചും ഒക്കെ നടക്കുന്നത്. ഇൻറ്റേർണൽ ആയിട്ടുള്ള ടിഷ്യൂസും ഔട്ടർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള വാട്ടർ ആൻഡ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ ഈ ലെൻസ് ഷേപ്ഡ് ആയിട്ടുള്ള പോർസ് വഴിയാണ് നടക്കുന്നത്. അതിനെയാണ് ലെൻഡി സെൽസ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീഫിനെ പറ്റിയിട്ടാണ്. ലീഫിനെ പറ്റി 2 സ്ലൈഡ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ലീഫ് ഒന്ന് നോക്കാം. അപ്പോൾ ലീഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന സാധനമാണ് സ്റ്റൊമേറ്റ. നമ്മൾ ഒരുപാട് മൈക്രോസ്കോപ്പിലൊക്കെ നോക്കിയിട്ടുള്ള സാധനമാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്റ്റൊമേറ്റയ്ക്ക് അറിയാം എന്താണ്? 2 ഗോഡ് സെൽസ് ഉണ്ട്, ഒരു സ്റ്റൊമേറ്റൽ പോറുണ്ട്, പിന്നെ ഈ ഗോഡ് സെൽസിന് ചുറ്റുമായിട്ട് സബ്സിഡിയറി സെൽസ് ഉണ്ട്, പിന്നെ അതിന് പുറമെയാണ് എപ്പിഡെർമൽ സെൽസ് ഒക്കെ കാണുന്നത്.
അപ്പം പല ടൈപ്പ് ഓഫ് സ്റ്റൊമേറ്റ ഉണ്ട്. ഏതൊക്കെയാണ്? നോമോസൈറ്റിക്, അനൈസോസൈറ്റിക്, ഡയാസൈറ്റിക്, പാരാസൈറ്റിക്, ആക്ടിനോസൈറ്റിക്, പിന്നെ ഗ്രാമിനേഷ്യസ് ഉണ്ട്, ടെട്രാസൈക്ലിക് ഉണ്ട്. അപ്പം മോണോകോട്സിനകത്തും ഡൈക്കോട്സിനകത്തും ഈ സ്റ്റൊമേറ്റയുടെ സ്ട്രക്ചർ വ്യത്യാസമായിരിക്കും. പിയർ ഷേപ്ഡ് ആയിരിക്കും ഇതിനകത്ത്, നമ്മുടെ ഡൈക്കോട്സിനകത്ത്. പക്ഷേ മോണോകോട്സിനകത്ത് ഈ പറഞ്ഞ പോലെ ഡംബൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗാർഡ് സെൽസ് ആയിരിക്കും കാണുന്നത്. അതാണ് ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. അനോമോസൈറ്റിക്കിനകത്ത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ എന്താണ്? അവയുടെ ഈ ഗാർഡ് സെൽസിന് ചുറ്റുമുള്ള സബ്സിഡിയറി സെൽസ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള എപ്പിഡെർമൽ സെൽസിൽ നിന്ന് അവയെ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സബ്സിഡിയറി സെൽസ് ഉള്ള സ്റ്റൊമേറ്റേനെയാണ് നമ്മൾ അനോമോസൈറ്റിക് എന്ന് പറയുന്നത്. ദെൻ അനൈസോസൈറ്റിക് എന്ന് വെച്ചാൽ ഈ ഗാർഡ് സെൽസിന് ചുറ്റുമായിട്ട് 3 സബ്സിഡിയറി സെൽസ് കാണും. 2 വലുതും 1 ചെറുതുമായിരിക്കും. അതിനെയാണ് അനൈസോസൈറ്റിക് എന്ന് പറയുന്നത്. ദെൻ ഡയാസൈറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഗാർഡ് സെൽസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സബ്സിഡിയറി സെൽസ് കാണുന്നത്. ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ് ഡയാസൈറ്റിക്. ദെൻ പാരാസൈറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? പേര് തന്നെ ഉണ്ട്. എന്താണ്? ഈ ഗാർഡ് സെൽസിന് പാരലലായിട്ടാണ് സബ്സിഡിയറി സെൽസ് കാണപ്പെടുന്നത്. അതിനെയാണ് പാരാസൈറ്റിക് എന്ന് പറയുന്നത്. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ആക്ടിനോസൈറ്റിക് എന്ന് വെച്ചാൽ ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് ഷേപ്പൊക്കെ ഉള്ള സബ്സിഡിയറി സെൽസാണ് ചുറ്റിനും കാണുന്നതെങ്കിൽ അതിനെ ആക്ടിനോസൈറ്റിക് എന്ന് പറയുന്നു. പിന്നെ 4 സബ്സിഡിയറി സെൽസ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ടെട്രാസൈറ്റിക് എന്ന് പറയുന്നു. ഗ്രാമിനേഷ്യസ് എന്ന് പറഞ്ഞാൽ ഡംബൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗാർഡ് സെൽസ് ഉള്ള സ്റ്റൊമേറ്റേനെയാണ് ഗ്രാമിനേഷ്യസ് എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ ഇതാണ് ഡൈക്കോട്ട് ലീഫിൻ്റെ, മോണോകോട്ട് ലീഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഡൈക്കോട്ട് ലീഫ് എന്ന് പറയുന്നത് ഡോർസി വെൻട്രലാണ്. അതിനൊരു പുറം ഭാഗവും കാണും, ഒരു അകംഭാഗവും കാണും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ചെമ്പരത്തിയുടെ ഒക്കെ ഒരു ലീഫ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് നല്ല പച്ച കളറും അകത്തൊരു വൈറ്റിഷ് കളറും ആയിരിക്കും. അത്രയും കളർ കാണില്ല. അപ്പോൾ പുറം ഭാഗത്താണ് അവയുടെ ഔട്ടർ റീജിയൻസിൽ സൂര്യപ്രകാശം കൂടുതൽ അടിക്കുന്ന കാരണം അവയുടെ ലോവർ പോർഷനിലായിരിക്കും സ്റ്റൊമേറ്റയുടെ എണ്ണം കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ അവയുടെ ഇനി അതിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവയുടെ മീസോഫിൽ ടിഷ്യൂ എന്നാണ്, മീസോഫിൽ സെൽസ് എന്നാണ് നമ്മൾ ഈ ലീഫിൻ്റെ അകത്തുള്ള പാരൻകൈമ സെൽസിനെ മൊത്തത്തിൽ പറയുന്നത്. അതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. പാലിസൈഡ് പാരൻകൈമ എന്ന്, സ്പോഞ്ചി പാരൻകൈമ എന്ന് പറഞ്ഞ് 2ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഡൈക്കോട്ട് ലീഫിൻ്റെ അകത്തൊക്കെ. ഇനി നമ്മൾ മോണോകോട്ട് ലീഫിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ അവയെ ഐസോബൈലാട്രൽ ലീഫ് എന്നാണ് നമ്മൾ പറയുന്നത്. ഐസോബൈലാട്രൽ ലീഫ് ആയതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരു അകവും പുറവും എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിക്കാനൊന്നും വലിയ ഇതില്ല. ഏകദേശം ഒരേ കളറൊക്കെ ആയിരിക്കും അവയുടെ 2 സൈഡിലും വരിക, താഴെ മേളിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഈക്വലായിട്ട് തന്നെയായിരിക്കും സ്റ്റൊമേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയിൽ പാലിസൈഡ് പാരൻകൈമാന്നും സ്പോഞ്ചി പാരൻകൈമാന്നൊന്നും വലിയതായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. മീസോഫിൽ ടിഷ്യൂ എന്ന് തന്നെയാണ് മൊത്തത്തിൽ പറയുന്നത്. ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. നോക്കാം. ദെൻ ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. ഇൻ മെയ്സ്, പോയ ആൻഡ് മെനി ഗ്രാസസ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എപ്പിഡെർമൽ സെൽസ് ആർ നോട്ട് യൂണിഫോം. ദീസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് ബിഗർ സെൽസ് അറ്റ് ഡെഫിനിറ്റ് ഇൻ്റർവെൽസ്. നമ്മൾക്കറിയാം ഈ ചില ഗ്രാസസിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവയിൽ എപ്പിഡെർമൽ സെൽസിൻ്റെ അകത്ത് ചില അൺയൂണിഫോം ആയിട്ട് കുറച്ച് ബിഗർ സെൽസ് കാണാം. ഒരു ഡെഫിനിറ്റ് ഇൻ്റർവെൽസിൽ ഒരു ഗ്രൂപ്പ് കാണാം. അവ എന്തിനാന്ന് വെച്ചാൽ ഡ്രൈ അല്ലെങ്കിൽ വെതർ സീസണിൽ അല്ലെങ്കിൽ ഒരുപാട് സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഒക്കെ എന്താണ്, ഒരുപാട് വാട്ടർ ഈ ലീഫിൽ നിന്ന് ഇവാപ്രേറ്റ് ചെയ്തു പോകും. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും? ഈ ലീഫ് അങ്ങ് ചുരുളും. അപ്പം ഈ അപ്പർ പോർഷനിലുള്ള സ്റ്റൊമേറ്റ വഴിയുള്ള വാട്ടറിൻ്റെ ഇവാപ്രേഷനെ അത് തടയുന്നു. ഈ ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ് ഉള്ളത് കാരണമാണ് ഈ ലീഫിന് ഇങ്ങനെ റോളപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ചുരുണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി ഇനി ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കാം. ഫസ്റ്റ്, ആസ് എ ട്രീ ഗ്രോസ് ഓൾഡർ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇൻക്രീസസ് മോർ റാപ്പിഡ്ലി ഇൻ തിക്നെസ്? നോക്കാം. ഒരു ട്രീ ഓൾഡർ ആവുമ്പം ഏത് പോർഷനാണ് തിക്നെസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്?
ഹാർട്ട് വുഡ്, സാപ്പ് വുഡ്, ഫ്ലോയം, കോർട്ടെക്സ്. ഏതാണ്? ഹാർട്ട് വുഡാണ്. ദെൻ മെയിൻ ഫങ്ഷൻ ഓഫ് ലെൻറ്റി സെൽസ് ഈസ് ദ ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് ആൻസർ വരുന്നത്. ഇതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ദെൻ ബുള്ളിഫോം സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ബണ്ടിൽ ഷീത്ത്, മീസോഫിൽ, വസ്കുലർ ബണ്ടിൽസ്, എപ്പിഡെർമിസ്. ആൻസർ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. ബുള്ളിഫോം സെൽസ് കാണപ്പെടുന്നത് എവിടെയാണെന്നാണ്. ദെൻ കാസ്പേരിയൻ സ്ട്രിപ്സ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പിത്ത്. കാസ്പേരിയൻ സ്ട്രിപ്സ് എന്ന് വെച്ചാൽ എൻഡോഡെർമിസിൽ അല്ലെങ്കിൽ എൻഡോഡെർമിസ് ആട്ടോ. എൻഡോഡെർമിസിൽ കാണപ്പെടുന്ന ഒരു അവയുടെ വോളിൻ്റെ ലാറ്ററൽ വോളിലൊക്കെ കാണപ്പെടുന്ന ഒരു തിക്കനിങ് ആണ് എന്തെന്ന് പറയുന്നത്? കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അത് കെമിക്കലി ഡിഫറൻ്റ് ആണ് അതെന്ന് പറയുന്നത്. എൻഡോഡെർമിസിലാണ് കാണുന്നത്. അത് ലിഗ്നിൻ, സൂബറിൻ, ക്യൂട്ടിൻ്റെ ഒക്കെയാണ് ആ തിക്നെസ്സിന് കാരണം. അതാണ് കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അത് എൻഡോഡെർമിസിലാണ് കാണുന്നത്, പെരിസൈക്കിളിലല്ല. ദെൻ പോറസ് വുഡ് കണ്ടെയ്ൻസ് വെസൽസ്, ഫൈബേഴ്സ് ഓൺലി, ട്രക്കീഡ്, സീവ് ട്യൂബ്സ്. ആൻസർ എന്ന് പറയുന്നത് വെസൽസ് ആണ്. Then the vascular bundles of monocote roots are entarch radial, exarch radial, entarch scattered, exarch bicollateral. ആൻസർ എന്ന് പറയുന്നത് exarch radial ആണ്. എക്സാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? മെറ്റാസൈലം ടുവാർഡ്സ് ദ സെൻറ്റർ ആൻഡ് പ്രോട്ടോസൈലം ടുവാർഡ്സ് ദ പെരിഫറി. അപ്പോൾ പ്രോട്ടോസൈലം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫോംഡ് സൈലമാണ്, മെറ്റാസൈലം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഫോംഡ് ആണ്. അപ്പം അങ്ങനെ ഈ പറയുന്ന മെറ്റാസൈലം, ലാസ്റ്റ് ഫോംഡ് ആയിട്ടുള്ള മെറ്റാസൈലം കാണപ്പെടുന്നത് സെൻറ്ററിലായിട്ടായിരിക്കും. പ്രോട്ടോസൈലം കാണപ്പെടുന്നത് പെരിഫറിയിലോട്ടായിരിക്കും. അങ്ങനെ കാണുന്നതിനെയാണ് എക്സാർക്ക് എന്ന് പറയുന്നത്. റേഡിയൽ എന്ന് വെച്ചാൽ സൈലവും ഫ്ലോയും ഡിഫറെൻറ്റ് റേഡിയസിൽ കാണപ്പെടുന്നു, ഡിഫറെൻറ്റ് ബണ്ടിൽസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണ് റേഡിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വസ്കുലർ ബണ്ടിൽസ് ആണ് മോണോകോട്ടിൽ കാണപ്പെടുന്നത്, മോണോകോട്ട് റൂട്ടിൽ കാണപ്പെടുന്നത്. ദെൻ ദ പെരിഡേം ഇൻക്ലൂഡ്സ്, പെരിഡേമിനകത്ത് എന്തൊക്കെയാണ്? ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡേം ആണ് വരുന്നത് അല്ലേ. ഫെല്ലത്തിൻ്റെ വേറൊരു പേരാണ് കോർക്ക്. അപ്പോൾ ആൻസർ എന്താണ്? കോർക്ക്. ദെൻ balloon-like outgrowth of parenchyma into the lumen of vessels is known as stylosis. Then procambium forms cork cambium, vascular tissue, vascular cambium, intercalary meristems. ആൻസർ എന്ന് പറയുന്നത് vascular tissue ആണ്. പ്രോകേമ്പിയത്തിൽ നിന്നല്ല, കേമ്പിയത്തിൽ നിന്നാണ് വസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയും ഉണ്ടാകുന്നത്. Then in an annual ring the light colored part is known as എന്താണ്? ഏർലി വുഡും ലേറ്റ് വുഡും ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും കൂടി ചേർന്നിട്ടാണ് ആനുവൽ റിങ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പം ഏർലി വുഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് വുഡാണ് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ളത്, കാരണം വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ട്. Then spongy tissues and less developed root system is present in xerophytes, halophytes, hydrophytes and mesophytes. ആൻസർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫൈറ്റ്സ് ആണ്. ഹൈഡ്രോഫൈറ്റ്സിൽ സ്പോഞ്ചി പാരൻകൈമയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നിറയെ എയർ സ്പേസസ് ഒക്കെ ഉണ്ട്, എയർ ആൻഡ് കൈമ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. Then the age of the tree is determined by annual rings. Then the cork cambium, also called phyllogen, നമ്മൾ പഠിച്ചതാണ് അല്ലേ. Then mesophyll cells in leaf are parenchymatous, collenchymatous, sclerenchymatous and meristematic. ആൻസർ എന്ന് പറഞ്ഞാൽ parenchymatous ആണ് mesophyll cells എന്ന് പറയുന്നത്. Then cambium activity is higher in spring, winter, autumn, rains. ആൻസർ സ്പ്രിംഗ് സീസണിലായിരിക്കും. ദെൻ വുഡ് എന്ന് പറയുന്നാൽ എന്താണ്? പ്രൈമറി സൈലം, സെക്കൻഡറി സൈലം, പ്രൈമറി ഫ്ലോയം, സെക്കൻഡറി ഫ്ലോയം. ആൻസർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സൈലമാണ്. ദെൻ ക്ലോസ്ഡ് വസ്കുലർ ബണ്ടിൽ ക്യാരക്ടറൈസ് ഡൈക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് റൂട്ട്, അനോമലസ് സെക്കൻഡറി തിക് ഗ്രോത്ത്, ദെൻ മോണോകോട്ട് സ്റ്റെം. ആൻസർ എന്ന് പറഞ്ഞാൽ മോണോകോട്ട് സ്റ്റെം ആണ്. ക്ലോസ്ഡ് വസ്കുലർ ബണ്ടിൽസ് എന്ന് വെച്ചാൽ ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ ഇടയിൽ കേമ്പിയം ആബ്സെൻ്റ് ആണ്. അതാണ് ക്ലോസ്ഡ് വസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. Then phellum is associated with companion cells, complementary cells, albuminous cells and motor cells. ഞാൻ മുമ്പേ പറയാത്ത കാര്യമാണിത്. എന്ന് വെച്ചാൽ ഈ ഫെല്ലോജൻ ചില സമയത്ത് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവയുടെ ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് ഈ ഫെല്ലത്തിൻ്റെ ഔട്ടറായിട്ടുള്ള ഫെല്ലത്തിൻ്റെ പുറത്തൊരു പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പം പ്രഷർ ആവുന്ന കാരണം ഈ പറഞ്ഞ ഫെല്ലത്തിൻ്റെ സെൽസൊക്കെ ഒന്ന് ബ്രേക്ക് ഡൗൺ ആവും, അവയൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, അവ ലൂസ്ലി
ഒന്ന് അറേഞ്ച്ഡ് ആവും. അങ്ങനെ ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെൽസിന് പറയുന്ന പേരാണ് കോംപ്ലിമെൻ്ററി സെൽസ്. അപ്പം ഇവിടെ ഫെല്ലം എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? കോംപ്ലിമെൻ്ററി സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ആൽബർണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടം വുഡ്, ഹാർട്ട് വുഡ്, സാപ്പ് വുഡ്, സ്പ്രിംഗ് വുഡ്. ആൻസർ എന്ന് പറഞ്ഞാൽ സാപ്പ് വുഡാണ് ആൽബർണം. ഹാർട്ട് വുഡിന് പറയുന്ന പേരെന്തായിരുന്നു? ഡ്യൂറാമൻ. ഓക്കെ. ദെൻ ആനുവൽ റിങ്സ് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ആൽപൈൻ റീജിയൻ, ടെമ്പറേറ്റ് റീജിയൻ, ട്രോപ്പിക്സ്, ഗ്രാസ് ലാൻഡ്സ്. ആൻസർ എന്ന് പറഞ്ഞാൽ ടെമ്പറേറ്റ് റീജിയൻ ആണ്. കാരണം ടെമ്പറേറ്റ് റീജിയൻസിലായിരിക്കും ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് ഡിഫറൻസ് നന്നായിട്ട് ഉണ്ടാവുന്നത്. ഓട്ടം എന്നും സ്പ്രിംഗ് എന്നും വിൻ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സീസണൽ ചേഞ്ചസ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ടെമ്പറേറ്റ് റീജിയൻസിലാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും ഒക്കെ നന്നായിട്ട് ഉണ്ടാവുന്നതും നമുക്ക് ആനുവൽ റിങ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ഒക്കെ. അപ്പോൾ ആനുവൽ റിങ് ഫോം ചെയ്യുന്നത് കൂടുതലായിട്ട് എവിടെയുള്ള പ്ലാന്റ്സിലാണ്? ടെമ്പറേറ്റ് റീജിയനുള്ള പ്ലാന്റ്സിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പോയി നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും വലിയൊരു താങ്ക് യു. എല്ലാം ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും കണ്ടുകൊണ്ടേ ഇരിക്കാം. കീപ് വാച്ചിങ്. ടാറ്റാ.